വീണ്ടും അടുത്ത രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. മാർത്തമറിയം സമാജത്തിൻ്റെ സെൻട്രൽ എക്സാമിനേഷൻ്റെ എബ്രായ ലേഖനങ്ങളെ പറ്റിയുള്ള പഠനം, അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമുക്ക് ബൈബിളും ടെക്സ്റ്റ് ബുക്കും ചേർത്താണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കും വിശുദ്ധ വേദപുസ്തകവും ഒരു നോട്ട് പാഡ് പെണ്ണ് എടുത്ത് റെഡിയായിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് ലീഹ ഫിലിപ്പിയായിലെത്തി അവിടെ ഒരു പുഴക്കരയിലെ കുറച്ച് സ്ത്രീകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ത്രീകളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ കുറേ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിൽ കേട്ടവരിൽ ഒരു സ്ത്രീയുടെ ഹൃദയം മാത്രം തുറന്നതായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം അതാരാണ്? ലുദിയ എന്ന സ്ത്രീ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലീഹയുടെ ദൈവവചനം കേട്ട് ഹൃദയം തുറന്നത് ലുദിയായ്ക്ക് മാത്രമാണ്. അനേകം സ്ത്രീകൾ ഉണ്ടായിട്ടും അവൾ ഒരു ദൈവഭക്തിയായ ഒരു സ്ത്രീ ആയിരുന്നത് കൊണ്ട് അപ്പോസ്തലന്റെ വചനം, ദൈവവചനം കേട്ടപ്പോൾ അവളുടെ ഹൃദയം തുറക്കുവാൻ ഇടയായി. അതുപോലെ നമുക്കും ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവവചനം നമ്മൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ലുദിയായെ പോലെ ഹൃദയം തുറക്കപ്പെടുന്നവരായിട്ട് മാറുവാനായിട്ട് നമുക്കും പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഇരിക്കുക. വെറുമൊരു എക്സാം സ്റ്റഡി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവവചനം നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. ആ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഇരിക്കുക. നമ്മുടെ ഹൃദയത്തെ ദൈവം തുറക്കട്ടെ. ആദ്യമായിട്ട് എബ്രായ ലേഖനം നമ്മൾ ഇന്ന് ഓരോ അധ്യായമായിട്ട് പഠിക്കുവാൻ തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് എബ്രായർ ചാപ്റ്റർ 1 ആണ്. ഹീബ്രൂസ് ചാപ്റ്റർ 1-നകത്ത് പ്രധാനമായിട്ടും ഇവിടെ എന്താണ് കാണുന്നത്? ജീസസ് കമ്പയർഡ് വിത്ത് ഏഞ്ചൽസ്. അപ്പം ഏഞ്ചൽസിനേക്കാളും ഉന്നതമായ സ്ഥാനം ക്രിസ്തു വഹിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ട് ഈ 1-ാം അധ്യായത്തിലെ പ്രധാനമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. അപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അതിന്റെ മെയിൻ ഫോക്കസ്, ചാപ്റ്റർ 1-ന്റെ മെയിൻ ഫോക്കസ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അധ്യായത്തിന്റെ പേര് തന്നെ എന്താണ്? ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ജീസസ് ദ സൺ ഓഫ് ഗോഡ്. അതാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇവിടെ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? ഗ്ലോറിഫിക്കേഷൻ ഓഫ് സൺ ഓഫ് ഗോഡ്, അതാണ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് 2 മെയിൻ പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2 എന്ന മെയിൻ പോയിന്റ്സ് ഇനീഷ്യൽ പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ചാപ്റ്ററിന്റെ പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന 2 മെയിൻ പോയിന്റ്സ് ആണത്. പിന്നീട് താഴേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യത്തെ ഹീബ്രൂസ് ചാപ്റ്റർ 1-4 വേഴ്സസിനെ കാണിച്ചുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് അടുത്ത പാരഗ്രാഫിൽ കാണുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എംഫസിസ് ഓൺ ഡിവൈൻ റെവലേഷൻസ്, പ്രവചനങ്ങൾ അല്ലെങ്കിൽ വെളിപാടുകൾ, അതിനെക്കുറിച്ചുള്ള ഊന്നലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നു. അടുത്തതായിട്ടുള്ള പേജ് നമ്പർ 10-ലേക്ക് നമ്മൾ പോകുമ്പോൾ അതാണ് മെയിൻ കീ പോയിന്റ് ഈ ചാപ്റ്ററിലുള്ളത്. ഹൂ ഈസ് ക്രൈസ്റ്റ്? ആരാണ് ക്രിസ്തു? ഹൂ ഈസ് ക്രൈസ്റ്റ് എന്നുള്ള ആ ഒരു ചോദ്യത്തിന്റെ ചില പോയിന്റ്സുകളായിട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ പ്രധാനമായിട്ട് 5 പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 5 പോയിന്റിനെ നമ്മൾ വേദപുസ്തകമായിട്ട് പഠിക്കുമ്പോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 4 അതാണ് പ്രധാനമായിട്ട് ഇവിടെ ഈ വേഴ്സ് 3 and 4-ലാണ് ഈ 5 പോയിന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 5 പോയിന്റുകൾ വേഴ്സ് 3 and 4-ൽ നിന്ന് നമുക്ക് എടുത്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന് താഴേക്ക് വരുമ്പോൾ പിന്നീട് നമുക്ക് അടുത്ത 12-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 5 പോയിന്റ് പറയുന്നുണ്ട്. 5 പോയിന്റുകൾക്ക് ശേഷം അവിടെ ഒരു 7 കൊട്ടേഷൻസ് പറയുന്നുണ്ട്. കൊട്ടേഷൻസ് ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്, അതായത് സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള 7 കൊട്ടേഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? വിച്ച് ഷോസ് ദാറ്റ് ദ സുപ്രീം പൊസിഷൻ ഓഫ് ജീസസ്, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ സ്ഥാനം വ്യക്തമാക്കാനുള്ള 7 റെഫറൻസസ് ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. അതാണ് ആ 7 പോയിന്റ്സ് ആയിട്ട് 7 കൊട്ടേഷൻസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ട് ഈ 1-ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം മുതൽ നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. എബ്രായ ലേഖനം മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു. അപ്പൊ ആദ്യമേ തന്നെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എബ്രായ ലേഖനം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീബ്രൂസ് ആൻഡ് അതർ എപ്പിസിൽസ്. ഓക്കെ, അതിനകത്ത് എന്താണ് പറയണത്? പ്രധാനമായിട്ട് ഒരു മുഖവുരയില്ല, ആശംസയില്ല, അഭിവാദനം ഒന്നുമില്ല. എങ്ങനെയാണ് ഈ ലേഖനം ആരംഭിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ്? വിത്തൗട്ട് എനി ഇൻട്രൊഡക്ഷൻ, ബ്ലെസ്സിങ്സ് ഓർ ഗ്രീറ്റിംഗ്സ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, എന്താണ് ഹീബ്രൂസ് ലേഖനത്തെ മറ്റു ലേഖനങ്ങളിൽ നിന്ന്, എബ്രായ ലേഖനത്തെ മറ്റു ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ത്? ഏറ്റവും 1-ാമത്തെ ലൈൻ തന്നെ അതാണ്. ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് the 2 important points. Okay,
അത് ഇനീഷ്യൽ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന, ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന, ഊന്നൽ നൽകിയിരിക്കുന്ന 2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇൻ ദ ഇനീഷ്യൽ പാർട്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മലയാളത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ആദ്യത്തെ പോയിന്റ് കാണുന്നത് ക്രിസ്തു ആത്യന്തികമായി ദൈവത്തിന്റെ വചനവും വെളിപാടുമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ക്രൈസ്റ്റ് ഇസ് അൾട്ടിമേറ്റ്ലി ദ വേർഡ് ആൻഡ് റെവലേഷൻ ഓഫ് ഗോഡ്. നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഇംഗ്ലീഷിലാണ് സിമ്പിൾ ആയിട്ട് തോന്നുന്നത്, ഇത് കുറച്ച് കട്ടിയുള്ള മലയാളം വാക്കായിട്ട്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ അവിടെ നിന്ന് എഴുതിയിട്ടുള്ളൂ, ക്രിസ്തു ആത്യന്തികമായ ദൈവത്തിന്റെ വചനവും വെളിപാടുമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഇസ് ദ വേർഡ് ആൻഡ് റെവലേഷൻ ഓഫ് ഗോഡ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റിൽ ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠൻ, അതുല്യൻ, സൃഷ്ടാവ്, അവകാശി, പാപപരിഹാരകൻ, രക്ഷിതാവ് എന്ന സത്യം. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് മെയിൻ പോയിന്റുകളായിട്ട് പറയുന്നതാണ്. ക്രിസ്തു ആരാണ്? അപ്പൊ ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനാണ്, ഹി സുപ്പീരിയർ, ക്രൈസ്റ്റ് സുപ്പീരിയർ. അടുത്തത് അതുല്യൻ, അതുല്യൻ എന്ന് പറഞ്ഞാൽ അൺപാരലൽഡ്. ഓക്കെ. അടുത്തത് ക്രിയേറ്റർ, സൃഷ്ടാവാണ്. അവകാശി, ഈസ് ദ എയർ ഓഫ് ദി നേച്ചർ. ദെൻ അടുത്തത് പാപപരിഹാരകൻ, അറ്റോണർ ഓഫ് സിൻസ്. അവസാനമായിട്ട് പറയുന്നു രക്ഷിതാവ്, ഹീസ് ദ റിഡീമർ. ഇത്രയും വിശേഷണങ്ങളാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഇത് 2 പോയിന്റുകളാണ് ആമുഖത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തത് 1-ാം അധ്യായം, വിശുദ്ധ വേദപുസ്തകം എല്ലാവരും ഒന്ന് എടുത്തൊന്ന് നോക്കിയാൽ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഊന്നലുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് ഈ നമ്മളിപ്പോ പറഞ്ഞ ഈ പ്രധാനമായിട്ട് ഊന്നൽ നൽകി കൊടുത്തിരിക്കുന്ന ആശയം എന്ന് പറയുന്നത്. ആദ്യത്തെ 4 വാക്യങ്ങൾ, 4 വേഴ്സസ് ഓഫ് ദി ഹീബ്രൂസ് ചാപ്റ്റർ 1, അതാണ് പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട്, വേദപുസ്തകത്തിൽ നമുക്ക് നോക്കിയാൽ ഇത് തുടങ്ങിയിരിക്കുന്നത് തന്നെ എങ്ങനെയാ? ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ അവിടെ പറയുന്നതിന്റെ മീനിങ് എന്താണ്? അതായത് നമ്മുടെ സൃഷ്ടിയുടെ ആരംഭം മുതൽ പലതരത്തിലുള്ള വെളിപാടുകൾ, റെവലേഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാ ഉണ്ടായിരുന്നത്? പ്രോഫസീസ് ഉണ്ടായിരുന്നു അല്ലെ? പണ്ട് കാലങ്ങളിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. പ്രവാചകന്മാർ മുഖാന്തരമാണ് ദൈവം മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ലേഖന വക്താവ് എന്താ പറയുന്നത്? ഇന്ന് ആരാ വന്നിരിക്കുന്നത്? പുത്രൻ തമ്പുരാൻ തന്നെ വെളിപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഈ പ്രവാചകന്മാരെക്കാട്ടിലും മാലാഖമാരെക്കാട്ടിലും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തി ആരാണ്? പുത്രൻ തമ്പുരാൻ. അങ്ങനെ പുത്രൻ തമ്പുരാൻ തന്നെ വെളിപ്പെട്ടിരിക്കുന്നു. അതാണ് ആദ്യമായിട്ട് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ വെളിപാടുകളെല്ലാം കംപ്ലീറ്റ് ആവുന്നത് ക്രിസ്തുവിൽ, എല്ലാ വെളിപാടുകളും പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആകുന്നു. ഓൾ റെവലേഷൻസ് അല്ലെങ്കിൽ ഓൾ പ്രൊഫസീസ് എല്ലാം കംപ്ലീറ്റ് ആകുന്നത്, പെർഫെക്റ്റ് ആകുന്നത് ആരിലാണ്? ക്രിസ്തുവിൽ ആകുന്നു എന്നാണ് ലേഖനം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിച്ചിരുന്നു, ഹീബ്രൂസ് എഴുതിയ വ്യക്തി ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആരോ ആണ് എഴുതിയതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഈ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ. കാരണം ക്രിസ്തുവിനെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എബ്രായ ലേഖകൻ പറയുന്നത്. അപ്പം അപ്പോസ്തലന്മാരോട് അടുത്ത് നിന്ന ഒരു വ്യക്തി ആയിരിക്കാമെന്നും ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെ വളരെയധികം ആകർഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി എപ്പോഴാണ്, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പഴയ നിയമത്തിൽ കാണുന്ന വെളിപാടുകൾ വ്യക്തമാക്കുന്നത് എന്താണ് പഴയ നിയമത്തിലെ വെളിപാടുകൾ വ്യക്തമാക്കുന്നത്? വാട്ട് ഡു ദ റെവലേഷൻസ് ഫൗണ്ട് ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് മേക്ക് ക്ലിയർ ടു അസ്? അവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു മിഡിൽ ഭാഗത്തിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ എന്താണ് വെളിപാടുകൾ? വാട്ട് ഈസ് റെവലേഷൻസ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. വാട്ട് ഈസ് വെളിപാട് അല്ലെങ്കിൽ എന്താണ് റെവലേഷൻസ്? ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവസഹിത്വത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അന്യനായപ്പോൾ അവനെ തിരികെ കൊണ്ടുവരാൻ വിവിധ മാർഗങ്ങളിലൂടെ ദൈവം സ്വീകരിച്ചതാണ് പഴയ നിയമത്തിൽ കാണുന്ന വെളിപാടുകൾ. അപ്പൊ എന്താണ് വെളിപാടെന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ സൃഷ്ടി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരാൻ, ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവം സ്വീകരിച്ച ഒരു വഴിയാണ് വെളിപാടുകൾ. അപ്പൊ ഈ വെളിപാടെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കേണ്ടതായ അല്ലെങ്കിൽ കൊടുക്കേണ്ടതായ ചില നിർദ്ദേശങ്ങളൊക്കെയാണ് ഈ വെളിപാടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെളിപാടുകൾ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് വെളിപാടുകൾ ഉണ്ടായിരുന്നത്? പ്രധാനമായിട്ട് വിച്ച് ആർ ദ വേരിയസ് മീൻസ് ഓഫ് റെവലേഷൻസ് ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ്. അതിനകത്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, വിവിധ സംഭവങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള ആളുകളിലൂടെ ദൈവം തന്റെ വെളിപാടുകൾ നടത്തി. അപ്പൊ എങ്ങനെയൊക്കെയാണ്? വിവിധ സംഭവങ്ങൾ, വിവിധ അനുഭവങ്ങൾ, പ്രവാചകന്മാർ
പ്രവാചകന്മാർക്ക് പുറമെ മറ്റു പലരും. അങ്ങനെയാണ് പല വെളിപാടുകളും ദൈവം നടത്തിയിരുന്നത്. അപ്പം ദൈവത്തിന് ഇറ്റ്സ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ അല്ലെ. ദൈവത്തിന് ദൈവജനവുമായിട്ട് സംസാരിക്കുവാനുള്ള ഒരു മാർഗമായിരുന്നു ഈ റെവലേഷൻസ് അല്ലെങ്കിൽ വെളിപാടുകൾ. ഇനി അത് ആരിലൂടെയാണ്? പ്രവാചകന്മാരിലൂടെ, പല സംഭവങ്ങളിലൂടെ, പല അനുഭവങ്ങളിലൂടെയൊക്കെയാണ് ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നത്. ഇനി ഈ വെളിപാടുകളൊക്കെ എങ്ങനെയാണ് പൂർണ്ണമായത്? ഓക്കെ, അപ്പൊ അവിടുത്തെ ആ പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫിൽ ഏറ്റവും ലാസ്റ്റത്തെ പാരഗ്രാഫിലാണ്, ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടിലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പേജ് നമ്പർ 9 ഏറ്റവും ലാസ്റ്റത്തെ വേഴ്സ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഹൗ ദ റെവലേഷൻ ഫൗണ്ട് ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് വെർ മെയ്ഡ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്? എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആയത്? എങ്ങനെയാണ്? ക്രിസ്തുവിലൂടെ ലഭിച്ച അന്തിമമായ വെളിപാടിലൂടെയാണ് പഴയ നിയമത്തിൽ ദൈവം നൽകിയിട്ടുള്ള വെളിപാടുകൾ കംപ്ലീറ്റ് ആയത് അല്ലെങ്കിൽ പൂർണ്ണമായത്. ഓക്കെ, അപ്പം അന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണപ്പെട്ട വെളിപാടുകളൊന്നും പൂർണ്ണമായിരുന്നില്ല. ഇത് പൂർണ്ണമായത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെ ലഭിച്ച അന്ത്യമായ വെളിപാടിലൂടെയാണ് പഴയ നിയമത്തിലെ വെളിപാടുകളൊക്കെയും പൂർത്തീകരിക്കപ്പെട്ടത്. The perfection of all these revelations comes through the ultimate revelation that has been received through Christ the Son. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാനായിട്ട് സാധ്യമാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണപ്പെട്ട വെളിപാടുകളുടെ പൂർണ്ണത എങ്ങനെ സംഭവിക്കുന്നു? ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ പാരഗ്രാഫിൽ നമുക്ക് ഇനിയും ഒരു കാര്യം ഫോക്കസ് ചെയ്യാനുണ്ട്. ഒരു ഡെഫിനിഷൻ കൂടെ അവിടെ ചോദിക്കാം. പ്രവാചകന്മാർ ആരാകുന്നു? ആരാണ് പ്രവാചകന്മാർ? അല്ലെങ്കിൽ ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോ MCQs ഒക്കെ ആയിട്ടും ചോദിക്കാനായിട്ട് സാധിക്കും. ഹൂ ഇസ് പ്രോഫറ്റ്സ്? ഓക്കെ, ആരാണ് പ്രോഫറ്റ്സ് എന്ന് പറയുന്നത്? അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പൊ പേജ് നമ്പർ 9 തന്നെ ഒരു മിഡിൽ പാർട്ടിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവാം. ദൈവേഷ്ടം കാലാകാലങ്ങളിൽ മനുഷ്യന് വ്യക്തമാക്കുവാൻ ദൈവം നിയോഗിച്ച ആൾക്കാരാണ് പ്രവാചകന്മാർ. ഹൂ ഈസ് പ്രോഫറ്റ്? God appointed prophets. Prophets means the people who were appointed by God to explain the will of God to mankind. അപ്പം ദൈവത്തിന്റെ ഇഷ്ടം ജനങ്ങളെ അറിയിക്കുവാൻ ദൈവം നിയോഗിച്ച ചില വ്യക്തികളാണ് നമ്മൾ ആര് പറയുന്നത്? പ്രവാചകന്മാരെന്ന് പറയുന്നത്. ഇനി പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ അവിടെ പറയുന്നുണ്ട്. പ്രധാനമായിട്ട് 4 ഉത്തരവാദിത്തങ്ങളാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രോഫറ്റ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദൈവേഷ്ടം കാലാകാലങ്ങളിൽ മനുഷ്യകുലത്തിന് വ്യക്തമാക്കുക. അതായിരുന്നു, അത് നമ്മൾ ഡെഫിനിഷനും അതുപോലെ തന്നെ പറഞ്ഞു. അതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ വിൽ ഓഫ് ഗോഡ് ടു മാൻകൈൻഡ്. അതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമതായിട്ട് അവര് പറഞ്ഞത് എന്താണ്? ന്യായവിധിയുടെയും രക്ഷയുടെയും സന്ദേശങ്ങൾ സമകാലീനർക്ക് നൽകുന്നവർ. അപ്പൊ അടുത്ത എന്താണ്? They were giving the message of judgment and salvation to contemporaries. അവരുടെ സമകാലികർ, അവരുടെ ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്നവരിലേക്ക് ന്യായവിധിയുടെയും രക്ഷയുടെയും സന്ദേശം എത്തിക്കുക. അതാണ് പ്രവാചകന്മാരുടെ രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി. ഇനി മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രസ്താവിക്കുക. ദാറ്റ് മീൻസ് prophesizing about the future. പ്രോഫസി അതായിരുന്നു അവരുടെ മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. ഭാവിയിൽ വരാനിരിക്കുന്നതിനെ മുൻകൂട്ടി പ്രവചിച്ച് ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകുക. ഇനി ഫോർത്ത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി പ്രോഫറ്റ്സ് ഇസ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യവർത്തികളായി നിൽക്കുക. ദാറ്റ് മീൻസ് വാട്ട്? മീഡിയേറ്റർ ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. ദൈവത്തിനും മനുഷ്യർക്കും മീഡിയേറ്റർ ആയിട്ട് നിൽക്കുക. അപ്പം 4 പോയിന്റ്സ് അല്ലെങ്കിൽ 4 റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് they were appointed to explain the will of God to mankind. Okay, ദൈവേഷ്ടം ജനങ്ങളിൽ അറിയിക്കുക. സെക്കൻഡ് വൺ ഇസ് ന്യായവിധിയുടെയും രക്ഷയുടെയും സന്ദേശം, മെസ്സേജ് ഓഫ് ജഡ്ജ്മെന്റ് ആൻഡ് സാൽവേഷൻ, അത് കൺവേ ചെയ്യുക. തേർഡ് വൺ ഇസ് പ്രോഫസൈസിങ്. ഓക്കെ, പ്രോഫസി, മുൻകൂട്ടി ഭാവി കാര്യങ്ങൾ അറിയിക്കുക. ആൻഡ് ഫോർത്ത് പോയിന്റ് ഇസ് മീഡിയേറ്റർ ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. ഓക്കെ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യവർത്തികളായിട്ട് നിൽക്കുക. അതാണ് ആ ഒരു ഒന്നാമത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ MCQs ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡെഫിനിഷനും അതിന്റെ റെസ്പോൺസിബിലിറ്റി വ്യക്തമാക്കുക എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പം അവിടെ നമുക്ക് പ്രത്യേകമായിട്ടും പ്രവാചകന്മാര്, അതുപോലെ പെർഫെക്ഷൻ ഓഫ് ഓൾ ദ റെവലേഷൻസ് ഫ്രം ദ OT വിച്ച് ഹാപ്പൻഡ് ത്രൂ ദി അൾട്ടിമേറ്റ് റെവലേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റിലൂടെയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ ഈ വെളിപാടുകളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു. ആ ഒരു പോയിന്റും കൂടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിക്കാൻ തക്കവണ്ണം ഓർത്തിരിക്കുക. ഇനി അടുത്ത പേജ് നമ്പർ 10 നമ്മൾ പോയാൽ ഇതാണ് മെയിൻ ഫോക്കസ്. ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിന്റെ മെയിൻ ഫോക്കസ് ആണ്
പേജ് നമ്പർ 10 നമ്മൾ കാണുന്ന ആരാണ് പുത്രനായ ക്രിസ്തു, ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ അത് പഠിക്കുന്നതിന് മുമ്പായി എല്ലാവരും എബ്രായ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ വേദ പുസ്തകത്തില് 3-4 വാക്യം. അതിനകത്ത് എന്താണ് പറയണത്? അവനെ താൻ സകലത്തിനും അവകാശിയായി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. പുത്രനാം തമ്പുരാനെ കുറിച്ച് പറയുന്നതാണത്. അതിനുശേഷം 3-ാമത്തെ വേഴ്സിൽ നോക്കിയാൽ 3rd verse, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതു ഭാഗത്ത് ഇരിക്കുകയും ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഈ ഒരു വേഴ്സ് ആണ് നമ്മളിപ്പം പഠിക്കുന്ന 5 പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ആദ്യമായിട്ട് ഫസ്റ്റ് പാരഗ്രാഫില് ആരാണ് പുത്രനായ ക്രിസ്തു, ഹൂ ഈസ് ക്രൈസ്റ്റ്. അപ്പം ഇത് നമുക്ക് എത്ര മാർക്കിന്റെ ചോദ്യമാണെന്നനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. അപ്പം ആദ്യത്തെ പാരഗ്രാഫില് ഹൂ ഈസ് ക്രൈസ്റ്റ് എന്നുള്ളതിനെ പറ്റി ഒരു 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 4 പോയിന്റ്സ് അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വണ്, പിതാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തിയ പുത്രൻ. ദാറ്റ് മീൻസ് വാട്ട്? ദ സൺ ഹൂ റിവീൽഡ് ദ ഫാദർ പെർഫെക്റ്റ്ലി. പിതാവിനെ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയത് പുത്രൻ തമ്പുരാനാണ്. ഓക്കെ, ഹൂ ഈസ് ഗോഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മനുഷ്യരുടെ ഇടയിലേക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തി തന്നത് പുത്രനായ തമ്പുരാനാണ്. അത് വെളിപ്പെടുത്തി തന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് അവിടെ പറയുന്നത്. രണ്ടാമത് പറയുന്നത് സകലത്തിനും പിതാവിന് തുല്യനായ പുത്രനാണ്. ദാറ്റ് മീൻസ് ദ സൺ ഹു ഈസ് ഈക്വൽ ടു ഫാദർ ഇൻ ഓൾ ആസ്പെക്ട്. അല്ലെ, നമ്മൾ ഹോളി ട്രിനിറ്റി അതാണ് നമ്മുടെ സഭ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഹോളി ട്രിനിറ്റി ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്, പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. അപ്പം ഇവിടെ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്, ഹു ഈസ് ക്രൈസ്റ്റ്, സകലത്തിനും പിതാവിന് തുല്യനായ പുത്രനാണ് ക്രിസ്തു. സൺ ഹു ഈസ് ഈക്വൽ ടു ഫാദർ ഇൻ ഓൾ ആസ്പെക്ട്സ്. മൂന്നാമത്തെ കാര്യം പറയുന്നു, പിതാവിനൊപ്പം സൃഷ്ടികർമ്മത്തിൽ പിതാവിനൊപ്പം പ്രത്യേക പങ്ക് വഹിക്കുന്ന പുത്രൻ തമ്പുരാൻ. അതായത് ഹി ഈസ് എ കോ ക്രിയേറ്റർ വിത്ത് ഫാദർ. ഫാദറിന്റെ കൂടെ കോ ക്രിയേറ്റർ ആണ്. സൃഷ്ടിയിൽ വളരെ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന പുത്രൻ തമ്പുരാൻ. ഇനി അടുത്ത 4-ാമത്തെ പോയിന്റ്, സകലത്തിനും അധികാരിയും അവകാശിയും. റൂളർ ആൻഡ് എയർ ഓഫ് ദി എവ്രിതിങ്. സകലത്തിനും അവകാശിയാണ്, അധികാരിയാണ്. ഇങ്ങനെ 4 പോയിന്റ് ആയിട്ട് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ ക്രിസ്തു ആരാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ വ്യക്തമാക്കുന്നു. ഇനി ക്രിസ്തു, പുത്രനായ ക്രിസ്തുവിന്റെ ഓരോ ക്വാളിറ്റീസ് ആണ് അവിടെ പറയുന്നത്. പ്രധാനമായിട്ട് 5 ക്വാളിറ്റീസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹു ഈസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റിന്റെ പ്രത്യേകത ഒന്നാമത് നമ്മളിവിടെ കാണുന്ന എന്താ? വേഴ്സ് 3 നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് അവൻ തേജസ്സിന്റെ പ്രഭ. ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, എബ്രായ ലേഖനം 1-ാം അധ്യായം ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ചോദിക്കാം, ആരാണ് ക്രിസ്തു? എബ്രായ ലേഖനം 1-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി വ്യക്തമാക്കുക. ഇങ്ങനെ പലതരത്തില് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രിസ്തുവിന്റെ വിശേഷണങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ഹു ഈസ് ക്രൈസ്റ്റ് ബേസ്ഡ് ഓൺ ഹീബ്രൂസ് ചാപ്റ്റർ 1. അപ്പൊ ഇങ്ങനെ വേണേലും ചോദിക്കാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു, ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. ക്രൈസ്റ്റ് ഇസ് ദ റേഡിയൻസ് ഓഫ് ഗ്ലോറി ഓഫ് ഗോഡ്. അതിൽ ആദ്യമായിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അവിടെ ചില കാര്യങ്ങൾ ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണ്, വ്യക്തമാക്കുക. ആ ചോദ്യം ചോദിച്ചാൽ ഇത് ഈ ഒരു പാരഗ്രാഫ് ഫുള്ളായിട്ട് 2 പാരഗ്രാഫ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനേക്കാൾ മുമ്പ് ആദ്യമായിട്ട് വേറൊരു ചോദ്യം ചോദിക്കാം. ഫസ്റ്റ് ലൈൻ കണ്ടോ? ദൈവം അടുത്തുകൂടാത്ത തേജസ്സിൽ വസിക്കുന്നവനാണ്. അവന്റെ തേജസ് സമാഗമന കൂടാരത്തിലും ദൈവാലയത്തിലും നിറഞ്ഞിരിക്കുന്നു. തേജസ് നമ്മെ സംബന്ധിച്ച് ദൈവ സാന്നിധ്യത്തിന് പര്യായമാണ്. അത് പ്രത്യേകമായിട്ട് അണ്ടർലൈൻ ചെയ്യുക. തേജസ് അല്ലെങ്കിൽ ഹിസ് ഗ്ലോറി ഇസ് സിനോണിമസ് ടു ഗോഡ്സ് പ്രസൻസ്. തേജസ് എന്നുള്ളത് ദൈവ സാന്നിധ്യത്തിന്റെ പര്യായമാണ്, വ്യക്തമാക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തേജസ് ദൈവ സാന്നിധ്യത്തിന്റെ പര്യായമാണ്. തേജസ് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ആണ് ഈ തേജസ് കാണിക്കുന്നത്. അത് വ്യക്തമാക്കുക എന്ന് ചോദിച്ചാൽ അവിടെ ചില ബൈബിൾ റെഫറൻസുകളാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ. ആ ബൈബിൾ റെഫറൻസ് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തേജസ് അല്ലെങ്കിൽ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അവിടെ ദൈവത്തിന്റെ പ്രസൻസിനെ സൂചിപ്പിച്ചിരുന്നതാണ് ഈ തേജസ് എന്ന് പറയുന്നത്. പല ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പല ഭാഗത്തും നമുക്ക് ഈ തേജസ്സിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ പ്രകാശത്തിൽ കാണാൻ പറ്റുന്ന എന്താ? അവിടെ ദൈവം വരുമ്പോഴൊക്കെ അവിടെ തേജസ്സും പ്രകാശവും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ചില ബൈബിൾ റെഫറൻസുകളാണ് അവിടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ. ഫസ്റ്റ് വൺ നമുക്ക് കാണാൻ സാധിക്കും 1 Timothy chapter 6 verse 16. 1 Timothy chapter 6 verse 16. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്?
ദൈവം തേജസ്സിൽ വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, പഠിക്കുന്ന സമയത്ത് ഈ ബൈബിൾ വേഴ്സസും കൂടി ഒന്ന് വായിച്ചു നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം തേജസ്സിൽ വഹിക്കുന്നു. ഗോഡ് ഡ്വെൽസ് ഇൻ അൺഅപ്രോച്ചബിൾ റേഡിയൻസ്. അല്ലേ, നമുക്ക് ദൈവത്തെ മനുഷ്യർക്ക് അടുക്കാൻ പറ്റാത്ത വിധം ദൈവ തേജസ് ഉള്ള പ്രസൻസ് പറയുന്നത് എന്താണ്? തേജസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രസൻസ് ആണ്. അല്ലെ, അവിടെ നമുക്ക് പലതരത്തിൽ നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ മോശ ദൈവത്തെ കണ്ടത് മുൾപ്പടർപ്പിൽ, അല്ലെ, കത്തുന്ന അഗ്നിയായിട്ട്, ആ ഫയർ, ആ തേജസ് അവിടെ വരുന്ന ആ പ്രകാശമായിട്ടൊക്കെ കണ്ടത് ദൈവത്തിന്റെ പ്രസൻസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ബൈബിൾ റെഫറൻസ് പറയുന്നത് 1 തിമോത്തി ചാപ്റ്റർ 6 വേഴ്സ് 16. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് സംഖ്യാപുസ്തകം 14:10, നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 10. അവിടെ പറയണത് അവന്റെ തേജസ് സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും നിറഞ്ഞിരുന്നു. അപ്പം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമുക്കറിയാം സമാഗമന കൂടാരത്തിൽ ആയിരുന്നു ദൈവത്തിന്റെ പ്രസൻസ് ആയിട്ട്, അല്ലെ, എപ്പോഴും ഉടമ്പടിയുടെ പെട്ടകം അവരെപ്പോഴും മുന്നേ ഇസ്രായേൽക്കാർ എവിടെ പോകുമ്പോഴും ഏറ്റവും മുന്നമേ കൊണ്ടുവന്നത് ഉടമ്പടിയുടെ പെട്ടകമാണ്. അതിന്റെ അർത്ഥം എന്താ? പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവമാണ് അവരെ ലീഡ് ചെയ്തിരുന്നത്. അതാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പൊ സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു ഹിസ് ഗ്ലോറി ഹാഡ് ഫിൽഡ് ദ ടെമ്പിൾ ഓഫ് ടാബർനക്കിൾ, ടെമ്പിൾ ആൻഡ് ടാബർനക്കിൾ. അതാണ് രണ്ടാമതായിട്ട് ലഭിക്കുന്ന ബൈബിൾ റെഫറൻസ്. ഇനി മൂന്നാമതായിട്ട് പറയുന്ന റെഫറൻസ് എന്ന് പറയുന്നത് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. ദൈവം പ്രകാശമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ എഹെസ്കേൽ പ്രവാചകൻ, അദ്ദേഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ടതാണ് അവിടെ പറയുന്നത്. ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഒരു വെളിപാടായിട്ട് അദ്ദേഹം കാണുന്നു. വിഷൻ ടു എഹെസ്കേൽ എന്ന ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നമുക്ക് കാണാം. 4-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ ദൈവത്തെ എങ്ങനെയാണ് കണ്ടത്. അവിടെ വലിയൊരു ശബ്ദമുണ്ടായി, പക്ഷെ അതിനു മുമ്പിൽ അവിടെ ദൈവത്തെ കണ്ടത് എങ്ങനെയാണ്? ഗോഡ് ആസ് എ ഗ്രേറ്റ് ക്ലൗഡ് ആൻഡ് ബ്രൈറ്റ്നസ്, പ്രകാശം അതിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ പ്രകാശമായിട്ടാണ് അവിടെ ദൈവത്തെ കാണുന്നത്. അപ്പൊ തേജസ് ഈക്വൽ ടു ഗോഡ്സ് പ്രസൻസ് ആണ് തേജസിന്റെ പര്യായം, ദൈവ സാന്നിധ്യത്തിന്റെ പര്യായം. സിനോണിം ടു ഗ്ലോറി ഈസ് പ്രസൻസ് ഓഫ് ഗോഡ്. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി 1 ശമൂവേൽ 4-ാം അധ്യായം 21 മുതൽ 22 വാക്യങ്ങൾ. ഈ 2 വാക്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവ തേജസ്. അവിടെ പറയുന്നത് ഉടമ്പടിയുടെ പെട്ടകം അവിടെ അപഹരിക്കപ്പെട്ടു. അതായത് ഫെലിസ്ത്യർ ഇസ്രായേലിയരുമായിട്ട് യുദ്ധത്തിന് വന്നപ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേൽക്കാരെ പരാജയപ്പെടുത്തുകയും ഈ ഉടമ്പടിയുടെ പെട്ടകം എടുത്തുകൊണ്ടുപോയി. അപ്പോൾ അവിടെ ദൈവ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് 1 ശമൂവേൽ 4-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഉടമ്പടിയുടെ പെട്ടകം അപഹരിക്കപ്പെട്ടപ്പോൾ തേജസ് പോയി എന്നാ. അപ്പൊ തേജസ് എന്ന് പറഞ്ഞ എന്താണ്? ദൈവം അവരിൽ നിന്നും പോയി. ഉടമ്പടിയുടെ പെട്ടകം അവരിൽ നിന്ന് മാറിയപ്പോൾ അതാണ് ഈ തേജസ് എന്നുള്ളത്. ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പര്യായമാണ് തേജസ് എന്ന വാക്ക് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ക്രിസ്തു ദൈവ തേജസിന്റെ പ്രഭയാണ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തേജസ് എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത്. ക്രിസ്തു ദൈവ തേജസിന്റെ പ്രഭയാണെന്ന് വ്യക്തമാക്കുക. ക്രൈസ്റ്റ് ഇസ് ദ റേഡിയൻസ് ഓഫ് ഗ്ലോറി ഓഫ് ഗോഡ്, എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ഹീബ്രൂസ് ചാപ്റ്റർ 1. അങ്ങനെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം അവിടെ ചോദിക്കുമ്പോൾ നമുക്ക് ആ സെക്കൻഡ് പാരഗ്രാഫ് ആണ് പ്രധാനമായിട്ട് നമുക്ക് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അവിടെ പ്രധാനമായിട്ട് 4 പോയിന്റുകളാണ് നമുക്ക് അവിടെ എഴുതാനായിട്ടുള്ളത്. ഓക്കെ, 4 പോയിന്റുകൾ എഴുതാം. ദ ഫസ്റ്റ് വൺ ഇസ്, ആദ്യമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും തേജസ് ദൈവ സാന്നിധ്യത്തിന്റെ പര്യായമാണ്. നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് അത് എഴുതാം. തേജസ് ദൈവ സാന്നിധ്യത്തിന്റെ പര്യായമാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പുത്രൻ ദൈവ തേജസിന്റെ പ്രഭയാണെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം പുത്രൻ ആ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 3 നമ്മൾ കാണുന്നത്. പുത്രൻ തമ്പുരാൻ ദൈവ തേജസ്സിനെ റിഫ്ലക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ദൈവ തേജസ് എന്നുള്ളത് ദൈവ സാന്നിധ്യത്തിന്റെ പര്യായമാണ്. ക്രിസ്തു ദൈവ തേജസിന്റെ പ്രഭ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് മറുരൂപ മലയില് പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പത്രോസ്ലിയ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറുരൂപ മലയില് ശിഷ്യന്മാർ ദൈവ തേജസ് ദർശിച്ചതായിട്ട് പറയുന്നു. അപ്പം അവിടെ നിന്ന് നമുക്കറിയാം ക്രിസ്തുവില് അത്രയും നേരം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിൽ അവർ പ്രത്യേകമായൊരു തേജസ് ആ മറുരൂപ മലയില് കാണുകയാണ്. അപ്പം ദൈവത്തിന്റെ ആ ഒരു തേജസിന്റെ റിഫ്ലക്ഷൻ ക്രിസ്തുവിൽ കാണുന്നു. ഇതും ക്രിസ്തു ദൈവ തേജസിന്റെ പ്രഭയാണ് എന്നുള്ളതിന് ശക്തി നൽകുന്ന ഒരു വാക്യമാണ്, സെന്റൻസ് ആണ് പത്രോസ് ലീഹായുടെ സാക്ഷ്യം. മറുരൂപ മലയില് വചനം ജഡമായി തീർന്ന് ക്രിസ്തുവിൽ ശിഷ്യന്മാർ ദൈവ തേജസ് ദർശിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തു ദൈവ തേജസിന്റെ പ്രഭയാണ്, അല്ലെങ്കിൽ റേഡിയൻസ് ഓഫ് ഗ്ലോറി ഓഫ് ഗോഡ്.
ഇനി അടുത്തതായിട്ട് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യം. 1 John chapter 1 verse 5 പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു. അവിടെ എന്താ പറയുന്നത്? ദൈവം വെളിച്ചമാകുന്നു. ഗോഡ് ഈസ് ലൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണ് വ്യക്തമാക്കുക. അതിൽ നമ്മൾ 2 പോയിന്റുകൾ കഴിഞ്ഞു. 3-ാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു വന്നത് 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു. ഗോഡ് ഈസ് ലൈറ്റ്. വീണ്ടും യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും, ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇതിൽ നിന്ന് 2-ൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും, ദൈവം പ്രകാശമാകുന്ന ദൈവത്തിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ആണ് ക്രിസ്തു. രണ്ടും പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ദൈവം വെളിച്ചമാകുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എഗെയിൻ ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണെന്നുള്ള ഒരു പ്രസ്താവന വീണ്ടും അവിടെ സംഭവിക്കുന്നു. അടുത്തത് 4-മതായിട്ട് നാം പറയുന്ന വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൽ എന്താ നമ്മൾ പറയണത്? പ്രകാശത്തിന്റെ പ്രകാശം അല്ലെ? നമ്മൾ എപ്പോഴും വിശ്വാസ പ്രമാണത്തില് നമ്മൾ തന്നെ പറയുന്നു പ്രകാശത്തിന്റെ പ്രകാശം, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും അല്ലെ, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും. ദാറ്റ് മീൻസ് വാട്ട്? പ്രകാശം ആരാണ്? ഗോഡ് ഈസ് ലൈറ്റ്. ആ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം ആരാണ്? ക്രൈസ്റ്റ്, ക്രിസ്തു ആണ് പ്രകാശം. രണ്ടുപേരും വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാകുന്നു, ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം എന്ന് വിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നത് ഇതുകൊണ്ടാണ്. ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണ്, അല്ലെങ്കിൽ റേഡിയൻസ് ഓഫ് ഗ്ലോറി ഓഫ് ഗോഡ്. ഇങ്ങനെ ഈ 4 പോയിന്റുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് 1-ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, ദ റീസൺ ഫോർ സേയിങ് ദാറ്റ് സൺ ഇസ് ദ റേഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ പുത്രൻ ദൈവ തേജസ്സിന്റെ പ്രഭയാണെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം പുത്രൻ ആ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട്, ദൈവത്തിന്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നു അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നു. 2-മതായിട്ട് പറഞ്ഞിരിക്കുന്നത് മറുരൂപമലയില് ശിഷ്യന്മാർ ക്രിസ്തുവിന്റെ തേജസ് ദർശിക്കുവാനിടയായി. അവിടെ ദൈവത്തിൽ നിന്നുള്ള ആ തേജസ് ക്രിസ്തുവില് ശിഷ്യന്മാർ ദർശിക്കുന്നു. 3-മതായിട്ട് പറഞ്ഞിരിക്കുന്നത് 1 ജോണും യോഹന്നാന്റെ സുവിശേഷവും തമ്മിലുള്ള കമ്പാരിസൺ. ദൈവം പ്രകാശമാകുന്നു, ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെന്റുകളും കൂടെ കൂടിച്ചേരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. ഇനി 4-മതായിട്ട് വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുന്നു പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം. അതിന്റെ അർത്ഥവും ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണെന്ന് വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഈ 4 പോയിന്റുകളാണ് ഇപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത്. ക്രൈസ്റ്റ് ഇസ് ദ റേഡിയൻസ് ഓഫ് ഗ്ലോറി ഓഫ് ഗോഡ്, എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ഹീബ്രൂസ് ചാപ്റ്റർ 1. എബ്രായ ലേഖനം 1-ാം അധ്യായത്തെ ബേസ് ചെയ്ത് ഈ 1-ാമത്തെ പോയിന്റ് എങ്ങനെ നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ 2 വേർഡ്സ്, ഗ്രീക്ക് വാക്കും സിറിയക്ക് വേർഡും പറയുന്നുണ്ട്. അവിടെ മലയാളത്തിലെ ബുക്കിൽ ഒരു ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് വേർഡ് ബുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പവുഗാസ്മ. അപ്പവുഗാസ്മ എന്നാണ് ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ഗ്രീക്ക് വേർഡായിട്ടുള്ളത് പ്രഭ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പവുഗാഡ്മ എന്നാണ് മലയാള ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അതൊന്ന് തിരുത്തുക. അപ്പവുഗാസ്മ. അപ്പവുഗാസ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്, മീനിങ് ഈസ് പ്രഭ. ഓക്കെ, പ്രഭ അല്ലെങ്കിൽ ഗ്ലോറി എന്നുള്ള ആ ഒരു മീനിങ്ങിലേക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ സിറിയക്ക് വേർഡും അവിടെ കൊടുത്തിട്ടുണ്ട്, സെമഹോ. സെമഹോ എന്നാൽ അതിന്റെ മീനിങ് ആയിട്ട് പറയുന്നത് കതിര്. കതിരിനുമാണ് സെമഹോ. റേ ഓഫ് ഹോപ്പ് എന്നൊക്കെ പറയത്തില്ല, ആ കതിര് കേട്ടോ. അല്ലാതെ നമ്മള് അല്ലാതെ വിതയ്ക്കുന്ന കതിരല്ല. റേ എന്നുള്ള കതിര്, പ്രകാശരശ്മികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ റേ, ആ ഒരു കതിര്, പ്രകാശത്തിന്റെ കതിരെന്ന് പറയുന്ന റേ ഓഫ് ലൈറ്റ് എന്നുള്ള മീനിങ് ആണ് സെമഹോ. അത് സിറിയക്ക് വേർഡ്. അപ്പൊ ഗ്രീക്ക് വേർഡും സിറിയക്ക് വേർഡുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് 2-ാമത്തെ പോയിന്റിലേക്ക് പറയാം. ക്രിസ്തു തത്വത്തിന്റെ മുദ്ര. ക്രിസ്തുവിന് 2-ാമത് കൊടുക്കുന്ന വിശേഷണമാണ് ക്രിസ്തു തത്വത്തിന്റെ മുദ്ര. ക്രൈസ്റ്റ് ഇസ് ദ സ്റ്റാമ്പ് ഓഫ് പ്രൈമറി റിയാലിറ്റി. അപ്പം ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം, ക്രിസ്തു തത്വത്തിന്റെ മുദ്ര എന്നതുകൊണ്ട് എബ്രായ ലേഖകൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് വ്യക്തമാക്കുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രൈസ്റ്റ് ദ സ്റ്റാമ്പ് ഓഫ് പ്രൈമറി റിയാലിറ്റി? അവിടെ എന്താണത് വ്യക്തമാക്കുന്നത്? ഇവിടെ നമ്മൾ പഠിക്കുവാനുള്ള ചില വാക്കുകൾ, തത്വം.
ക്രിസ്തു തത്വത്തിന്റെ മുദ്ര. അവിടെ നമ്മൾ എബ്രായ ലേഖനത്തിലും നമ്മൾ കാണുന്നുണ്ട് തത്വത്തിന്റെ മുദ്ര എന്നുള്ള, മലയാള ബൈബിളിൽ നമ്മൾ കാണുന്നത് തത്വത്തിന്റെ മുദ്ര എന്നാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തത്വം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഗോഡ്, ദൈവം ആണ്. ദൈവം എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു വേർഡാണ് തത്വം എന്ന് പറയുന്നത്. ജ്ഞാനം, തത്വജ്ഞാനം എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് തത്വജ്ഞാനം. ഇതാണ് നോളജ് ഓഫ് പ്രൈമറി റിയാലിറ്റി ഈസ് ഈക്വൽ ടു ദ മാൻസ് നോളജ് ഓഫ് ഗോഡ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഗെയിൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വേറൊരു ഗ്രീക്ക് വേർഡും കൂടി അവിടെ പറയുന്നുണ്ട്. ഇവിടെ മലയാള ബുക്കിലും എഗെയിൻ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ക്യാരക്ടർ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാരക്ടർ എന്നുള്ളത് ഗ്രീക്ക് പദമല്ല. ഗ്രീക്ക് പദം ഈത്തോസ് എന്നുള്ളതാണ് ഗ്രീക്ക് പദം വരുന്നത്. ക്യാരക്ടർ എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് ക്യാരക്ടറായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് ബുക്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ദ ഗ്രീക്ക് വേർഡ് യൂസ്ഡ് ഹിയർ ഇസ് ഇക്വലന്റ് ഓഫ് ദ വേർഡ് ക്യാരക്ടർ. ഈ ക്യാരക്ടർ എന്നുള്ളതിന്റെ മീനിങ് ആയിട്ട് അവിടെ പറയുന്നത് മുദ്ര, അടയാളം, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. മുദ്ര അല്ലെങ്കിൽ അടയാളം, ദാറ്റ് മീൻസ് സൈൻ ഓർ സ്റ്റാമ്പ്, അങ്ങനെയൊക്കെയാണ് അവിടെ അതിനുള്ള എക്സ്പ്ലനേഷൻസ് ആയിട്ട് പറയുന്നത്. ക്രിസ്തു തത്വത്തിന്റെ മുദ്ര, ആ മുദ്ര എന്നുള്ള വാക്കാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ക്രൈസ്റ്റ് ഇസ് ദ സ്റ്റാമ്പ് ഓർ ഹോൾമാർക്ക് ഓഫ് ഗോഡ്, അതാണ് അവിടെ മീനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. തത്വത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് തത്വം, ദൈവമാണ് തത്വം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ മുദ്ര, തത്വത്തിന്റെ മുദ്ര അല്ലെങ്കിൽ ദൈവമാകുന്ന ദൈവത്തിന്റെ സ്റ്റാമ്പ് അല്ലെങ്കിൽ ഹോൾമാർക്ക് ഓഫ് ഗോഡ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പുത്രൻ പിതാവിന്റെ മുദ്ര എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് എന്താ? പുത്രൻ പിതാവിന്റെ പ്രതിച്ഛായ. ഇംഗ്ലീഷിലാണ് കുറച്ചും കൂടെ അത് മനസ്സിലാക്കുന്നത്. വി മീൻ ദ സൺ ഇസ് ദ ഇമേജ് ഓഫ് ദ ഫാദർ. ക്രിസ്തുവിന്റെ ആ പ്രതിച്ഛായ തന്നെ, അതാണ് പിതാവിന്റെ മുദ്രയാണ് പുത്രൻ. ഇച്ചിരി ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രിസ്തു തത്വത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്? തത്വം എന്ന് പറഞ്ഞാൽ ദൈവം, മുദ്ര എന്ന് പറയുമ്പോൾ പ്രതിച്ഛായ അല്ലെങ്കിൽ ഇമേജ് ഓഫ് ഗോഡ്. ക്രിസ്തു തത്വത്തിന്റെ മുദ്ര, ക്രൈസ്റ്റ് ഇസ് ദ ഇമേജ് ഓഫ് ഗോഡ്. അടുത്തതായിട്ട് മൂന്നാമത്തെ വിശേഷണമാണ് ക്രിസ്തു തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നു. ക്രൈസ്റ്റ് ഹോൾഡ്സ് ടുഗെദർ എവറിത്തിങ് ബൈ ഹിസ് വേർഡ്. അതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ക്രിസ്തു തന്റെ ഡാഷ് സകലത്തെയും വഹിക്കുന്നു. ക്രിസ്തു സകലത്തെയും വഹിക്കുന്ന വചനത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. വേർഡ് ഓഫ് ഗോഡ് അല്ലെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാ പറയുന്നത്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ പറയുന്നു. അപ്പം ക്രിസ്തു തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നു. അവിടെ ഒരു MCQs ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രൈസ്റ്റ് ഹോൾഡ് എവറിത്തിങ് ബൈ ഹിസ് വേർഡ്. സകലത്തിനും ആധാരമായിരിക്കുന്നത് വചനം. വചനത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. ക്രിസ്തു തന്നെ പറയുന്നു വചനം ശക്തിയുള്ളതാണ്, ദൈവവചനം ശക്തിയുള്ളതാകുന്നു, വചനം ദൈവമായിരുന്നു, വചനത്തെ കൂടാതെ ഒന്നും ഉളവാകുന്നില്ല. വചനം ക്രിസ്തുവും സകലത്തിനും ആധാരവുമാകുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-17 ആസ്പദമാക്കിയാണ് അവിടെ പറയുന്നത്. അപ്പം അതാണ് മൂന്നാമത്തെ പോയിന്റ്, ക്രിസ്തു തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നു. ഇനി നാലാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വിശേഷണം ക്രിസ്തു പാപങ്ങളുടെ പരിഹാരകൻ. ക്രിസ്തു പാപങ്ങളുടെ പരിഹാരകൻ. അപ്പം ഇവിടെ ഈ ഒരു പോയിന്റിനകത്ത് പറയുന്നത് 3 തരത്തിലുള്ള പുത്രൻ തമ്പുരാന്റെ ശുശ്രൂഷകൾ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി പുത്രൻ തമ്പുരാന്റെ 3 തരത്തിലുള്ള ശുശ്രൂഷകൾ അവിടെ ആ പാരഗ്രാഫിന്റെ ലാസ്റ്റിലേക്ക് കാണാൻ സാധിക്കും. 3 പറയുന്നത് 1 പ്രവാചകൻ, 2 പുരോഹിതൻ, 3 രാജാവ് എന്ന നിലയിൽ പിതാവിന്റെ വലതു ഭാഗത്ത് വാഴുന്നു. ഏതൊക്കെയാണ്? പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. പ്രോഫറ്റ്, പ്രീസ്റ്റ്, റൂളർ ആൻഡ് കിങ്. ഇങ്ങനെ 3 തരത്തിലുള്ള ശുശ്രൂഷകളാണ് പുത്രൻ തമ്പുരാനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 3 categories ഓഫ് മിനിസ്ട്രി ഓഫ് ദ ക്രൈസ്റ്റ്. അങ്ങനെയാണ് ഈ 3 കാര്യങ്ങളായിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തിന്റെ വെളിപാട് വ്യക്തമാക്കുന്നു, പുരോഹിതൻ എന്ന നിലയിൽ പാപപരിഹാര കർമ്മം അനുഷ്ഠിക്കുന്നു, രാജാവ് എന്ന നിലയിൽ പിതാവിന്റെ വലതു ഭാഗത്ത് വാഴുന്നു. പ്രോഫറ്റ്, പ്രീസ്റ്റ്, റൂളർ ആൻഡ് കിങ്. ഏതൊക്കെയാണ്? പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. ഈ 3 പോയിന്റ് ആണ് 3 തരത്തിലുള്ള ക്രിസ്തുവിന്റെ ശുശ്രൂഷകളായിട്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഇനി അടുത്ത പേജിലേക്ക് നോക്കിയാൽ പേജ് നമ്പർ 12ലേക്ക് വന്നാൽ 5-ാമത്തെ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും.
അടുത്ത അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ആണ്, ഏറ്റവും അവസാനത്തെ പോയിന്റ് ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ്. ക്രൈസ്റ്റ് ഈസ് ദ അറ്റോണർ, ക്രൈസ്റ്റ് ഈസ് ഓവർ ആൻഡ് എബവ് ഓൾ ഏഞ്ചൽസ്, എല്ലാവരെക്കാട്ടിലും ശ്രേഷ്ഠൻ. ഇവിടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു അഞ്ചാമത്തെ പോയിന്റിൽ വരാനുള്ളത്. ക്രിസ്തു എല്ലാ പ്രവാചകന്മാരിലും മാലാഖമാരെക്കാട്ടിലും ശ്രേഷ്ഠൻ എന്ന് എബ്രായ ലേഖനകർത്താവ് സ്ഥാപിക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഹീബ്രൂസ് ചാപ്റ്റർ 1 ക്രിസ്തു എല്ലാവരെക്കാട്ടിലും ശ്രേഷ്ഠനാണ് എന്ന് എങ്ങനെയാണ്, സുപ്രീം പൊസിഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ഓക്കെ, അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്നാണ് ലാസ്റ്റ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പുത്രന്റെ ഔന്നത്യം കാണിക്കുന്ന ഉദ്ധരണികൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതാ സ്ഥാനം മാലാഖമാരെക്കാൾ വലുതാണെന്ന് ഉറപ്പിക്കുവാൻ എബ്രായ ലേഖനകർത്താവ് ശ്രമിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ പലതരത്തില് ചോദ്യങ്ങൾ ചോദിക്കാം. മെയിൻ ഫോക്കസ് ഇവിടെ ഓർക്കുക, ക്രിസ്തുവിന്റെ പൊസിഷൻ, ശ്രേഷ്ഠ സ്ഥാനം പ്രവാചകന്മാരെക്കാട്ടിലും മാലാഖമാരെക്കാട്ടിലും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ക്രിസ്തുവിന് നൽകുന്നത്, എബ്രായ ലേഖകൻ നൽകുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും യഹൂദന്മാർ മാലാഖമാർ ആരായിരുന്നു എന്നാണ് പറയുന്നത്. യഹൂദന്മാർ മാലാഖമാർക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് നൽകിയിരുന്നത്. ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, മോശയ്ക്ക് തോറ കിട്ടിയത് തന്നെ മാലാഖമാരാണത് ഹാൻഡ് ഓവർ ചെയ്തത്. സീനായ് മലയില് മാലാഖമാരാണത് ഹാൻഡ് ഓവർ ചെയ്തത് എന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. അപ്പൊ അത്രയ്ക്കും ഹൈ പൊസിഷൻ, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പൊസിഷനാണ് മാലാഖമാർക്ക് യഹൂദന്മാർ നൽകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 13 ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 13ാമത്തെ വാക്യത്തില് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ ഒരിക്കലും മാലാഖമാരോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുവിന്റെ പൊസിഷൻ ഈ മാലാഖമാരെക്കാട്ടിലും ഹയർ ആണ് എന്നുള്ളതിന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ എബ്രായർ 1:13 പറയുന്ന ഈ ചോദ്യം. ഇത് എവിടെ നിന്ന് എടുത്തിരിക്കുന്നതാണ്? സങ്കീർത്തനം 110:1. അപ്പം ഇവിടെ കൂടുതലും നമുക്ക് ഈ കൊട്ടേഷൻസ് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്ന സങ്കീർത്തനത്തിൽ നിന്നാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ സങ്കീർത്തനത്തിലെ കൊട്ടേഷൻസ് അല്ലെങ്കിൽ ഉദ്ധരണികളാണ് ഇവിടെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ സ്ഥാനം അല്ലെങ്കിൽ മാലാഖമാരെക്കാട്ടിലും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ക്രിസ്തുവിനുള്ളത് എന്ന് വ്യക്തമാക്കുവാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഈ ചോദ്യം സങ്കീർത്തനം 110:1 ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും വ്യക്തമാക്കുന്ന എന്താണ്? ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത വലുതും അതുല്യവുമാണ് എന്നിവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത് 4ാം വാക്യം മുതൽ 14ാം വാക്യം വരെ 4th to 14th വേഴ്സസ്. ഹീബ്രൂസ് ചാപ്റ്റർ 1 നമ്മൾ 4th വേഴ്സസ് മുതൽ താഴോട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ, കൊട്ടേഷൻസ് ആണ്. ഓരോ വാചകവും നിങ്ങൾ എടുത്ത് നോക്കുക. വീണ്ടും നിങ്ങൾ പഠിക്കുമ്പോൾ സങ്കീർത്തനം ആ വാക്കുകൾ എടുത്തെങ്കിൽ സെയിം ഉദ്ധരണികളാണ് ഇവിടെ എബ്രായ ലേഖനകർത്താവ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ കൊട്ടേഷൻസ് കാണിക്കുന്നത് എന്താണ്? പുത്രന്റെ ഔന്നത്യത്തെ കാണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഔന്നത്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു ശ്രേഷ്ഠമായ സ്ഥാനം, അതിനെ കാണിക്കുന്ന ഉദ്ധരണികൾ 7 ഉദ്ധരണികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ സങ്കീർത്തനം 2:7, സങ്കീർത്തനം 97:7, സങ്കീർത്തനം 104:4, സങ്കീർത്തനം 45:6, 7, സങ്കീർത്തനം 102, 25, 27, സങ്കീർത്തനം 110:1. ഇങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ 7ാമത്തെ വാക്യത്തിൽ വരുന്നത് മാലാഖമാരെ കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് കാണുന്നത്. അവിടെ സങ്കീർത്തനം 34:7, സങ്കീർത്തനം 91, ഇതിനകത്തൊക്കെയാണ് മാലാഖമാർ ആരാണ്, അവരുടെ ശുശ്രൂഷകൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ പ്രധാനമായിട്ട് ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ സ്ഥാനത്തെ കാണിക്കുവാനായിട്ട് എബ്രായ ലേഖകൻ കോട്ട് ചെയ്തിരിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്. ഇത്രയും 7 സങ്കീർത്തനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവിടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കുന്നത്, ആരാണ് മാലാഖമാർ? ദൈവദൂതന്മാർ ആരാണ്? അല്ലെങ്കിൽ മാലാഖമാരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? മാലാഖമാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ മാലാഖമാർ, അല്ലെങ്കിൽ അത് MCQs ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. മാലാഖമാർ ആരാണ്? രക്ഷയ്ക്കുള്ള ശുശ്രൂഷകർ. ഒന്നാമത്തെ ആ ഒരു പേജ് നമ്പർ 12 ലാസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കാണുന്നു. ഏഞ്ചൽസ് ആർ ദ മിനിസ്റ്റേഴ്സ് ഫോർ സാൽവേഷൻ.
മാലാഖമാർ രക്ഷയ്ക്കുള്ള ശുശ്രൂഷകർ. അങ്ങനെ ഒരു മാലാഖമാർ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പ്രവാചകന്മാർ ആരാകുന്നു, മാലാഖമാർ ആരാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഈ മാലാഖമാരുടെ പ്രത്യേകമായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് അവിടെ പറയുന്നത്. രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവാത്മാക്കളാണ് മാലാഖമാർ. അപ്പം അവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഏഞ്ചൽസ് ആർ മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് sent to serve those who will inherit salvation. അപ്പം രക്ഷ പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായിട്ട്, അപ്പം നമുക്ക് ആർക്കെങ്കിലും സാൽവേഷൻ ആഗ്രഹിക്കുന്നവരെ ശുശ്രൂഷിക്കുവാനായിട്ട് അയക്കപ്പെട്ട മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്, അതിനാണ് സേവാത്മാക്കൾ എന്ന് പറയുന്നത്. മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്സ് എന്ന് പറയുന്നത് മാലാഖമാരാണ്. ഇനി ഇവരുടെ ഇനിയൊരു ഉത്തരവാദിത്വം കൂടി, അല്ലെങ്കിൽ ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ കൂടി പറയുന്നുണ്ട്. അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കിയാൽ, മരിക്കുന്ന വിശുദ്ധരുടെ ആത്മാക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് ദൂതന്മാർ. എന്ന് പറഞ്ഞാൽ ആരാണ്? ആരുടെ ആത്മാക്കളെയാ? മരിക്കുന്ന എല്ലാവരുടെയും ആത്മാക്കളെയല്ല, മരിക്കുന്ന വിശുദ്ധരുടെ ആത്മാക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നവരാണ് ദൂതന്മാർ. ഏഞ്ചൽസ് ക്യാരി ദ സോൾസ് ഓഫ് ഹോളി പേഴ്സൺസ് ടു ദ പ്രസൻസ് ഓഫ് ഗോഡ് വെൻ ദേ ഡൈ. അത് വളരെ ശ്രദ്ധിച്ച് അണ്ടർലൈൻ ചെയ്യുക. ആരുടെയാണ്? വിശുദ്ധരുടെ ആത്മാക്കളെ, മരിക്കുന്ന വിശുദ്ധരുടെ ആത്മാക്കളെയാണ് മാലാഖമാർ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു. അതും അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ചില ഉദ്ധരണികൾ നൽകിക്കൊണ്ടാണ് മാലാഖമാരുടെ ശ്രേഷ്ഠമായ സ്ഥാനം എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മാലാഖമാർക്കുള്ള സ്ഥാനം ശ്രേഷ്ഠമാണ് എന്ന് എബ്രായ ലേഖനകർത്താവ് ഹീബ്രൂസ് ചാപ്റ്റർ 1 വ്യക്തമാക്കുന്നത് എങ്ങനെ? അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ ചോദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അവിടെ ഒരു 3 കാര്യങ്ങളാണ് അവിടെ പറയണത്. ഹൂ ഈസ് ഏഞ്ചൽസ്? മാലാഖമാർ രക്ഷയ്ക്കുള്ള ശുശ്രൂഷകർ, മിനിസ്റ്റേഴ്സ് ഫോർ സാൽവേഷൻ ആണ്. പിന്നെ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള സേവകാത്മാക്കളാണ്. അടുത്തതായിട്ട് മരിക്കുന്ന വിശുദ്ധരുടെ ആത്മാക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നവരാണ് മാലാഖമാർ. അപ്പം ദിസ് ഷോസ് ദാറ്റ് ദ നോബിൾ പൊസിഷൻ ഓഫ് ഏഞ്ചൽസ്. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളും ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിനെക്കാട്ടിലും ഒരു സ്ഥാനം, അതുല്യമായ ശ്രേഷ്ഠമായ സ്ഥാനം ആർക്കാണ് നൽകുന്നത്? ക്രിസ്തുവിനാണ് ഇതിനെക്കാട്ടിലും അതുല്യമായ സ്ഥാനം എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ സങ്കീർത്തനത്തിന്റെ ഓരോ ഉദ്ധരണികളും ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഈ ഉദ്ധരണികളിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എഴുതണം. പുത്രൻ ദൈവപുത്രനാണ്, പുത്രൻ മഹത്വീകൃതൻ, മാലാഖമാർ സൃഷ്ടികൾ മാത്രമാണ്, പുത്രൻ രാജകീയ പ്രഭാവമുള്ളവൻ, പുത്രൻ അനശ്വരൻ, പുത്രൻ നിത്യവിധി കർത്താവ് എന്നിങ്ങനെയുള്ള ഉദ്ധരണികൾ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 2 തരത്തിലുള്ള ശ്രേഷ്ഠ ഭാഗം, ക്രിസ്തുവിനെ ഏറ്റവും ശ്രേഷ്ഠനും ഉന്നതനുമായിട്ട് കാണിക്കുക എന്നുള്ളതാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തില് ലേഖകൻ വ്യക്തമാക്കുന്നത്. യേശുക്രിസ്തു അനന്യൻ, എല്ലാവരേക്കാൾ ശ്രേഷ്ഠൻ എന്നൊക്കെ പല രീതിയിലൂടെ ലേഖകൻ ഉറപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ നമ്മൾ ചാപ്റ്റർ 1 ബേസ് ചെയ്താണ് പഠിച്ചിരിക്കുന്നത്. ചാപ്റ്റർ 2 ഞാൻ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞു. ചാപ്റ്റർ 1 and 2 പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്രൈസ്റ്റിന്റെ നോബിൾ പൊസിഷൻ, ക്രിസ്തു മറ്റ് പ്രവാചകന്മാരെക്കാട്ടിലും മാലാഖമാരെക്കാട്ടിലും ശ്രേഷ്ഠമായ പൊസിഷൻ ഉണ്ട് എന്ന് എബ്രായ ലേഖനം 1 and 2 വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 2-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്റർ. ഓർക്കണം, ഈ 5 പോയിന്റിലും 5 തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഏകദേശം ഒരു 9-10 ക്വസ്റ്റ്യൻസോളം നമുക്ക് ഇതിനകത്തു നിന്ന് പറയാനായിട്ട് സാധിക്കും. ഞാൻ പ്രത്യേകമായിട്ട് പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നെങ്കിൽ നോക്കുക. ആദ്യമായിട്ട് പുത്രൻ തമ്പുരാന്റെ ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹീബ്രൂസ് ആൻഡ് അതർ എപ്പിസൽസ്. ഓക്കെ, മറ്റു ലേഖനങ്ങളിൽ നിന്ന് എബ്രായ ലേഖനത്തിനുള്ള വ്യത്യാസം. രണ്ടാമത് എബ്രായ ലേഖന ആമുഖം ഊന്നൽ നൽകുന്ന 2 കാര്യങ്ങൾ. മൂന്നാമതായിട്ട് പഴയ നിയമ വെളിപാടുകൾ വ്യക്തമാക്കുന്നത് എന്താണ്, പഴയ നിയമ വെളിപാടുകൾക്ക് പൂർണ്ണത ലഭിച്ചത് എങ്ങനെ, പ്രവാചകന്മാർ ആരാകുന്നു, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താകുന്നു, ആരാണ് ക്രിസ്തു. 15 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. ആരാണ് ക്രിസ്തു എന്നുള്ളതിന്? ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭ, ക്രിസ്തു തത്വത്തിന്റെ മുദ്ര, ക്രിസ്തു തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നു, ക്രിസ്തു പാപങ്ങളുടെ പരിഹാരകൻ, ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഇങ്ങനെ 5 പോയിന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പോയിന്റുകൾ. അതിനകത്തു നിന്ന് തന്നെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരാനായിട്ടുണ്ട്. അടുത്തത് പുത്രൻ തമ്പുരാന്റെ 3 തരത്തിലുള്ള ശുശ്രൂഷകൾ ആസ് പെർ ഹീബ്രൂസ് ചാപ്റ്റർ 1. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ശുശ്രൂഷകൾ ഏതൊക്കെയാണ്? പ്രോഫറ്റ്, പ്രീസ്റ്റ് ആൻഡ് കിങ്.
അടുത്തത് പുത്രൻ തമ്പുരാന്റെ ഔന്നത്യത്തെ അല്ലെങ്കിൽ ശ്രേഷ്ഠ സ്ഥാനത്തെ, സുപ്രീം പൊസിഷനെ വ്യക്തമാക്കിയിരിക്കുന്ന എങ്ങനെ, അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന 7 ഉദ്ധരണികൾ, കൊട്ടേഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് കൊട്ടേഷൻസ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ സ്ഥാനം മാലാഖമാരേക്കാൾ വലുതാണെന്ന് ഉറപ്പിക്കുവാൻ എബ്രായ ലേഖനകർത്താവ് ശ്രമിക്കുന്നത് എങ്ങനെ. അപ്പൊ അത് പറയേണ്ടത് പ്രധാനമായിട്ട് ഈ സങ്കീർത്തന ഭാഗങ്ങളെല്ലാം പറയണം. 110 സങ്കീർത്തനം മുതൽ ഈ 7 കൊട്ടേഷൻസ് മുതൽ ഈ ലാസ്റ്റത്തെ പാരഗ്രാഫ് വരുന്നവരെ മാലാഖന്മാരുടെ പൊസിഷൻ എന്താണ്, പക്ഷെ അതിനെക്കാട്ടിലും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ക്രിസ്തുവിനുള്ളത് എന്ന് സങ്കീർത്തന ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് എബ്രായ ലേഖകൻ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഇതിനകത്തു നിന്നുള്ളത്. ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒരു പോയിന്റുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം വേദപുസ്തകം നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന ഓരോ വാചകങ്ങൾ ആദ്യത്തെ വേഴ്സ് മുതൽ അവസാനത്തെ വേഴ്സ് വരെയുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ തന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് അതിനകത്ത് 4th വേഴ്സ് മുതൽ 12th വേഴ്സ് വരെയും സങ്കീർത്തനത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ 3 and 4 വേഴ്സിലാണ് ഈ 5 പോയിന്റുകൾ, ക്രിസ്തു ആരാകുന്നു എന്നുള്ളതിന്റെ 5 പോയിന്റുകളും വന്നിരിക്കുന്നത്. അപ്പം ഇതോടുകൂടി ഈ ചാപ്റ്റർ ഫസ്റ്റ് തീർന്നിരിക്കുകയാണ്. കുറേ കാര്യങ്ങളുണ്ട് പഠിക്കുവാൻ, പക്ഷെ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് ഒന്ന് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ? റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമോ?